ഹായ്, നമസ്കാരം. എവിടേക്കാണ് ചമഞ്ഞൊരുങ്ങിയിട്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് നിർബന്ധമുണ്ട് എന്നെ കാണുമ്പോൾ ഒരു ലുക്കിൽ എന്നെ അറിയാത്ത ആൾക്കാരൊന്നും. ഞാനൊരു ഫൈറ്ററാണ് എന്ന് തോന്നാൻ പാടില്ല. ഞാൻ പറയുമ്പോഴാണ് ചിലർ കരയും. ഉദാഹരണത്തിന് നമ്മളെ അമ്പേട്ടൻ്റെ നമ്മളെ വീട്ടില് നമ്മളെ പറമ്പില് തേങ്ങെല്ലാം കുഴിച്ചിടാൻ വരുന്ന വാസുവേട്ടൻ, അച്ഛൻ്റെ പ്രായം ഉണ്ടല്ലോ അമ്പേട്ടാ. അമ്പേട്ടൻ അച്ഛൻ്റെ പ്രായം തന്നെ 78 വയസ്സുണ്ട്. ഞാൻ പറയും മമ്മൂട്ടിക്ക് 74, 75 വയസ്സായി. പിന്നെ നിങ്ങളെല്ലാം ചെറിയ ചെക്കനാണ്. 77 ചെറിയ ചെക്കനാന്ന് പറഞ്ഞു വാസുവേട്ടനോട്. അപ്പം വാസുവേട്ടൻ ഞാൻ ഭയങ്കര ഇതുപോലെ ഭയങ്കര സ്റ്റൈലായിട്ട് പോയി നിന്നിട്ട് ഭയങ്കര സംസാരിക്കാൻ വാസുവേട്ടൻ നമ്മളെ പറമ്പിൽ തെങ്ങിടണം, അത് നടന്നിട്ട് ആഗ്രഹമാണ് എല്ലാം പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു അല്ല എന്തോ പറയുമ്പം ഇങ്ങനെ ഞാൻ ക്യാൻസർ ഫൈറ്ററാണ് 4th സ്റ്റേജ് ആകുമ്പോൾ. വാസുവേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നില്ല ഒന്നും. അല്ലേ പോയിട്ടാ സ്റ്റക്കായി പോയി കുറേ നേരത്തേക്ക്. സ്റ്റക്കായിട്ട് ഒന്നും മിണ്ടുന്നില്ല വാസുവേട്ടൻ. എന്നിട്ട് ഇപ്പം അന്ന് വാസുവേട്ടൻ രാത്രി പോകുമ്പോൾ എന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഓർക്കുക, എൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ അയ്യപ്പൻ മാലയിടും എന്ന് പറഞ്ഞു പോയിട്ട്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് വാസുവേട്ടൻ എന്താ പറയാ ശബരിമലയിൽ പോകാൻ നേർച്ചയാക്കിയിട്ട് മാലയിട്ടിട്ടുണ്ട്. ഇവരിട്ടതിൻ്റെ പിറ്റേന്നായിട്ട് പോയിട്ടിട്ടതിനെ പറ്റി. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പലരും വിചാരിക്കും വലിയ അസുഖമായിട്ടും വലിയ ചമഞ്ഞൊരു പല കമന്റിൽ ഞാൻ കാണുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ. എന്തായാലും ഞാനിപ്പോൾ ഈ ലിപ്സ്റ്റിക് ഇടാത്തത് കൊണ്ടോ ഞാനിപ്പോ പിന്നെ ഇങ്ങനെ വൃത്തി നടക്കാതിരുന്നാലേ ആർക്കെങ്കിലും എൻ്റെ ആയുസ് അല്ലേ പോട്ടെ നീട്ടി തരാമെന്ന്, ഇത്ര കാലം ജീവിക്കുമെന്ന് ഉറപ്പ് തരാൻ പറ്റുമെന്നെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യും. ആർക്കും പറ്റില്ലല്ലോ. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാലും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും എൻ്റെ ആയുസ് ഈ ഒരു ക്യാൻസർ മൂലമാണ് അങ്ങനെ എന്തെങ്കിലും അതങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇല്ല കാലത്ത് എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ആരെയും വേദനിപ്പിക്കാതെ അല്ലേ പോട്ടാ, ഒരാളെയും വേദനിപ്പിക്കാതെ എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ഞാൻ ജീവിച്ചോട്ടെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സുന്ദരിയായിട്ട് നടക്കുന്നത്. ആര് പറഞ്ഞ സുന്ദരി എന്ന് ചിലർ ചിന്തിക്കും, ഞാൻ തന്നെ പറയുന്നത് ഞാൻ സുന്ദരിയാണ്. സെൽഫ് റെസ്പെക്ട് ആണ്, സെൽഫ് റെസ്പെക്ട്. ഞാൻ തന്നെ എനിക്ക് സുന്ദരി, ഞാൻ എന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ആരും എന്നെ വിളിച്ചിട്ട് സാരില്ല, ഞാൻ എന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചമഞ്ഞൊരുക്കുന്നത്. ഇപ്പം അന്തസ്, ജീൻസ്, കുറി, കുപ്പിവള. ഇതെന്തുകൊണ്ടെന്നറിയാം കുപ്പിവള എനിക്ക് ഊരാൻ തോന്നിയില്ല. എനിക്ക് മൂകാംബിക അമ്മയ്ക്ക് അണിയിച്ച വളയാണ്, അല്ലെങ്കിൽ അവിടെ സമർപ്പിച്ച വളയാണ്. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴായാലും എനിക്ക് ആ കുപ്പിവള എനിക്ക് തരും. വേറെയും തന്നിട്ട് അന്നൊരു പട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തൊക്കെയോ തരും മൂകാംബിക അമ്മക്ക് സമർപ്പിച്ച സാധനങ്ങൾ, പ്രസാദങ്ങളാ അങ്ങനെ അല്ലേ പോയിട്ടാ. അതെനിക്ക് തരുമ്പോൾ അത് അണിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും ലിതയുടെ അടുത്ത് വന്നിട്ടുള്ളത് എനിക്ക് മോർഫിൻ 10ൻ്റെ എനിക്ക് പറ്റുന്നില്ല. അന്ന് മുതലാണ് എനിക്ക് BP ഭയങ്കര. ഇന്ന് രാവിലെയും ടാബ്ലറ്റ് എടുത്തു. ഇന്ന് രാവിലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായി. അമ്പോട്ടം വീണ്ടും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് MBRലോട്ട് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മെഡിസിനൊക്കെ തന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ. ഞാൻ വലിയ ഉഷാറാക്കി സംസാരിക്കുന്നതാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കരഞ്ഞ മുഖം അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് മെഡിസിൻ മാറ്റാൻ വേണ്ടി പോവാൻ മുമ്പോട്ട്, ഡോസ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും കേട്ടോ. എൻ്റെ ശരികളാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. നല്ല ആരോടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്മളെ MBRൽ പിന്നെ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഫസ്റ്റിൽ ഓൾറെഡി അവിടുന്ന് എൻ്റെ വീഡിയോ 18 മില്യണൊക്കെ പോയി. MBRന്റെ ചെയർമാൻ ഒക്കെ അറിഞ്ഞ് അവര് അടുത്ത പിന്നെ എന്താ പറയാ PROs അടുത്ത തന്നെ മീഡിയാസില്ലേ, MBRന്റെ മീഡിയാസ് തന്നെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ആശുപത്രി തന്നെ അങ്ങനെ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൽ പിന്നെ ആ വീഡിയോ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ എൻ്റെ കയ്യിലുണ്ട് തോന്നുന്നു വീഡിയോ അവരെന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ, അത്രയും ഇതായതുകൊണ്ട്. അപ്പോൾ എൻ്റെ അരികിലേക്ക് എന്നെ ചികിത്സിക്കാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ എൻ്റെ മെഡിസിൻ തീരുമാനിക്കുന്ന ഡോക്ടർ ഷാഹിറ, ഡോക്ടർ വിനീത, രണ്ടുപേരും ഒരു ദിവസം വരുമ്പോഴത്തേക്ക് എനിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണെന്ന് തോന്നുന്നു. മെഡിസിനാ അയ്യോ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മുഖം കുനിച്ചു പിടിച്ചു ഇങ്ങനെ, ഞാൻ അവരുടെ മുഖത്തൊന്നും നോക്കില്ല, ഇങ്ങനെ കുനിച്ച് പിടിച്ച് ഇങ്ങനെ അവർ വന്നിട്ട് ലേഖ അങ്ങനെയാണ് എന്തൊക്കെയോ സംസാരിക്കും. പക്ഷെ ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ടില്ല. ആ ഒരു മാസം ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു 2ാമത്തെ കീമോ ചെയ്യുന്ന സമയത്താണ് തോന്നുന്നു എനിക്ക് തീരെ ആരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഞാനൊരു മരണത്തിലേക്ക് നീങ്ങിയാണെന്നുള്ളൊരു ബോധം എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചെടുത്തു. കാരണം എന്നെ അവസാനമായിട്ട് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാരും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഡോക്ടേഴ്സും പയ്യന്നൂരിലെ ഡോക്ടർമാർ പോലും എന്നെ ഒരു 90% എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
കാരണം ഭക്ഷണം കഴിക്കുന്നില്ല, കിടന്ന കിടപ്പിൽ തന്നെ അപ്പിയിടുന്നു, മൂത്രമൊഴിക്കുന്നു, ഫുഡ് പോകുന്നില്ല, കണ്ണ് നേരെ നിൽക്കുന്നില്ല. ആരുടെയും മുഖത്തേക്ക് ഞാൻ കണ്ണ് നേരെ നിൽക്കുന്നില്ല, കണ്ണ് ഇങ്ങനെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിൽ. അപ്പോൾ എന്നെ ഉപേക്ഷിച്ചു എല്ലാവരും. ഉപേക്ഷിക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ കാണാൻ വന്നു. പക്ഷെ സ്വാഭാവികമായും ഞാനിങ്ങനെ വല്ലാത്തൊരു വിഷാദ രോഗത്തിന് അടിമപ്പെട്ടതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ കീമൊക്കെ. അപ്പം 2 ഡോക്ടർമാരും വന്നപ്പോൾ ഞാനിങ്ങനെ മുഖം പിടിച്ച് നിൽക്കുന്നു. അവരെ മുഖത്ത് ലേഖ ഞാൻ നോക്കുന്നില്ല, എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഡോക്ടർമാർ അവരും മിണ്ടാതെ പോയി. എന്നിട്ട് പിന്നീട് എനിക്ക് ഷാഹിറ മാഡം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ ഉഷാറായപ്പോൾ എന്നോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ലേഖ നമ്മുടെ MBRൽ അവരെ എത്രയെന്നറിയില്ല, മീൻസ് അവരുടെ എക്സ്പീരിയൻസിൽ നമ്മളെ ഇന്ന് ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു പേഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ കയറി വരുന്ന ലേഖയുടെ റൂമിലോട്ടാണ്. കാരണം ഒരു പേഷ്യന്റിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നാറേയില്ല. അത്രയും ലേഖ ഞങ്ങൾ വരുമ്പോഴേക്കും ക്യൂട്ടായിരിക്കും, കുളിച്ച് സുന്ദരി, നല്ല സ്പ്രേ ഒക്കെ അടിച്ച് സൂപ്പറായിട്ടിരിക്കും. നമുക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു പേഷ്യന്റിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നാറേയില്ല. MBRന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ എന്നോട് അവിടുത്തെ ഇതില്ലേ, ഈ നമ്മൾ അറ്റൻഡേഴ്സ് ഈ ബെഡൊക്കെ ഒന്തിക്കൊണ്ടുവന്നു. അവരും പറഞ്ഞു, ഞങ്ങളെ 8 വർഷം കണ്ടേ അവരിവിടെ വർക്ക് ചെയ്യുന്നത്, മീൻസ് 8 വർഷം കണ്ടേ തുടങ്ങിയിട്ട് ഈ എക്സ്പീരിയൻസിൽ ഇതുവരെ ഇങ്ങനെ ഒരു പേഷ്യന്റിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അവര് ഈ ഉന്തിക്കൊണ്ടു പോകുമ്പോൾ ഇങ്ങനെ കടന്ന് ശ്വാസം കിട്ടാതെ, എന്റെ മൂക്കിന്റെ ഉള്ളിൽ ഈ ഓക്സിജന്റെ ഇതുപോലെ ഉണ്ടെന്ന് ഓർക്കണം. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അവരെയും ചിരിപ്പിച്ചൊക്കെ പോകുമ്പോൾ അവരെന്നോട് പറഞ്ഞതാണ്, അങ്ങനെ ലേഖ നമുക്ക് മേഡം എന്ന് വിളിച്ചവര്, മേഡം ഇതുവരെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് മേഡം ഇങ്ങനെ ചിരിച്ച് വർത്തനം, ഇന്ന് വരെ ഒരു പേഷ്യന്റിനെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഞങ്ങളോട് ഇത്രയും ചിരിച്ച് വർത്തനം പറഞ്ഞു പോകുന്നത്, ഞങ്ങളോട് ആരും മിണ്ടാറ് പോലുമില്ല, അങ്ങനെയൊക്കെ. അപ്പം ഡോക്ടർ ഷാഹിറ എന്നോട് അങ്ങനെ, എന്നിട്ട് വിനീത മേഡത്തിനോട് പറഞ്ഞു, അയ്യോ ലേഖക്ക് തീരെ വയ്യ, അവർക്ക് ഭയങ്കര ഡെസ്പായിപ്പോയി, ഡോക്ടർമാർ 2 പേരും അവർക്ക് ഭയങ്കര വല്ലാത്ത ഫീൽ ആയിപ്പോയി, പറ്റുന്നില്ല ലേഖനെ അങ്ങനെ കാണാൻ പറ്റുന്നത്, എന്തൊരു സ്മാർട്ടായ പിന്നെ ഒരു യങ് വുമണാണ്, എന്നിട്ടും അവർ ഈ ഒരു അവസ്ഥയിലേക്ക് മിണ്ടാതെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് അവർക്ക് ഫീൽ ആയിപ്പോയിന്ന് 2 പേരും വിളിച്ചു പറഞ്ഞു, മെസ്സേജ് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര എന്റെ പേരിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ എന്റെ അഭാവത്തിൽ എന്നെ കുറിച്ച് അവരങ്ങനെ സംസാരിക്കുക, അപ്പൊ അവരുടെ ഹൃദയത്തിലേക്ക് ഞാൻ എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ടാകും എന്നൊരു നിമിഷം ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്കത് അവരങ്ങനെ പറഞ്ഞപ്പോൾ. ഡോക്ടർ ഷാഹിറയാണ് എന്നോട് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാഹിറ വേണ്ടി ഇത് കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പം ഡോക്ടർ ഷാഹിറയും ഡോക്ടർ വിനീതയും അതുപോലെ സ്നാനി സുരേന്ദ്രൻ അവരൊക്കെ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് ഫോൺ വിളിക്കുമ്പോൾ എവിടെയൊക്കെയോ ഇല്ല ആൾക്കാർ, ഒരു ലേഖാംബുജാക്ഷൻ ഇല്ലേ എവിടെ, അവർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ആൾക്കാർ വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്തെത്തുമ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്യാവോ എന്ന് ചോദിക്കുക. ഡോക്ടർ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് അവരെ വീഡിയോ കോൾ ചെയ്തോ ഇല്ല ആൾക്കാരെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പോസിറ്റീവായി നിൽക്കുന്നത് കൊണ്ടാണ് അവർക്കൊക്കെ എന്നെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനോ ഒക്കെ തോന്നുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ലേഖ എന്താണ് ലിപ്സ്റ്റിക് ഇടുന്നത്, ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട കാരണത്തിൽ ഒരിക്കലും എനിക്ക് ക്യാൻസർ വന്നിട്ടേയില്ല. എൻ്റെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ അമിതമായ ഉൽപ്പാദനം കൊണ്ടാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേ ബി അങ്ങനെ ആവാം. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാരണത്തിലല്ല എനിക്ക് ക്യാൻസർ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തോരം എന്താ പറയാ ആക്ടേഴ്സും ഇല്ലേ എല്ലാം ഡെയിലി ദൈനംദിനം ഉപയോഗിക്കുന്നവർ. ഞാനൊക്കെ എപ്പം ഇതൊരു വീഡിയോ എനിക്കിപ്പോൾ ഇന്നൊരു കൊളാബ് ഉണ്ട് കേട്ടോ, അതിനാണ് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു കൊളാബ് 2-3 മാസം റേഡിയേഷൻ മുമ്പേ വന്ന് കിടന്നാണ്, ഇതുവരെ ചെയ്തിട്ടില്ല, പിന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ലോകത്ത് എത്ര നാൾ ഒരു മുടി നരച്ച മുടിയുണ്ട്, ഈ ലോകത്ത് എത്ര നാൾ നമുക്ക് ആയുസ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലത്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം, നമ്മൾ മറ്റുള്ളവരെ ഹനിക്കാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് എന്നെ കൊണ്ടോ മേക്കപ്പ് ഇട്ട് എന്നെ കൊണ്ടൊന്നും സംഭവിക്കാമെന്ന് പോകുന്നില്ല സുഹൃത്തുക്കളെ. പിന്നെ എബവ് ഓൾ ഞാൻ എൻ്റെ ഓൺകോളജി ഡോക്ടേഴ്സിനോട് ഞാൻ ശ്രീധർ സാറിനോട് ഈ കാര്യത്തിൽ സാറൊരു ചിരി എന്നിട്ട് ലേഖ ഉപയോഗിച്ചോളൂ. ആരാണ് പറയുന്നത് ലേഖയ്ക്ക് ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം? ലേഖ ലിപ്സ്റ്റിക് ഇട്ട് ലേഖയുടെ ഫീൽഡ് അതല്ലേ, ലേഖ അത് ചെയ്തോളൂ, അതിനൊരു കുഴപ്പമില്ല, അത് കാരണമൊന്നും ലേഖ ക്യാൻസർ വരില്ല എന്ന് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഡോക്ടറോടും കൂടി അന്വേഷിച്ച് ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ലിതയുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു, ആയിരിക്കണം. ഞാൻ വീഡിയോ എടുക്കുന്ന വെറുതെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ലിതേന്റെ അല്ലേ, ലിതയോ വെറുതെ വന്നതോ ഇങ്ങോട്ട്?
അതെയാ, ലിത പാലക്കലിന്റെ ഹസ്ബൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ ലിതയുടെ അടുത്ത് മെഡിസിൻ വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലിതയുടെ പാലിയേറ്റീവ് എന്നാണ്, പയ്യന്നൂർ പാലിയേറ്റീവ്. അവിടെ ഒരു രവീന്ദ്രൻ ഡോക്ടർ, സോറി പെട്ടെന്ന് പേര് പറഞ്ഞു, രവീന്ദ്രൻ ഡോക്ടറിൻ്റെ എന്തൊരു സ്നേഹമാണ് ഡോക്ടർക്ക്. ലവ് യു ഡോക്ടർ. എനിക്കും ഡോക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു കൺസിഡറേഷനാണ്, എന്തൊരു സ്നേഹമാണ്. സ്വന്തം മോളെ പോലെയാണ് എന്നോട്. ആ ഡോക്ടറാണ് ലേഖ. ഒരു പ്രത്യേക ജനസാണ് ലേഖ. ഇത്രയും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്ര ഒരു എൻ്റെ ഒരു ഇത് നോക്കിയിട്ടാണ്, മെഡിക്കൽ റിപ്പോർട്ടിൽ നോക്കിയിട്ടാണ് ഇത്രയും കൂടുതലായിട്ട് ഒരാൾ ഇത്രയും ഊർജ്ജസ്വലമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവർ ജീവിതത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ആൾക്കാരായിരിക്കണം, അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാണ്. അപ്പോൾ ആ ലേഖ ഇത്ര ഊർജ്ജസ്വലയെ ഞങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ലേഖ, നീ ഒരു പ്രത്യേക ജനസാണ്, ഒരു ദൈവികമായിട്ട് എന്തോ ലേഖക്കൊരു ഒരു മിറാക്കിൾ ഉണ്ട് ലേഖ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു. മീൻസ് ലേഖ ഒരു ദൈവത്തിന്റെ അംശമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. മീൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് എൻ്റെ കിഡ്നിക്കും കാലിനും മാത്രമാണ് പടരാത്തത്, ബാക്കി എല്ലായിടത്തും പടർന്നു പറഞ്ഞില്ലേ. അപ്പം എന്നിട്ടും ഞാനിങ്ങനെ നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരാളിങ്ങനെ പറയാം, അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ പറഞ്ഞാണ്. എനിക്കത് ഭയങ്കര സന്തോഷമായി, പ്രചോദനമായി. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകാൻ താല്പര്യമില്ല, മരിക്കണ്ട, എനിക്ക് ജീവിക്കണം, ഒരുപാട് ജീവിക്കണം, മക്കളോടൊപ്പം അബേട്ടനോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എനിക്ക്, അത് ചെയ്ത് തീർത്തിട്ട് ഞാൻ പോകും, അമ്മൂമ്മയായിട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുള്ള കാലത്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ. താങ്ക് യു. അബേട്ടൻ്റെ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലിതയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ലിതയുടെ ഹസ്ബൻഡിനെ ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഞാൻ യൂട്യൂബിൽ പറഞ്ഞു ഞാൻ ലിതേനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ഇടക്കിടക്ക് എന്നെ കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് എനക്കും വലിയ കാര്യമാണ് എന്നെയും തിരിച്ചറിയാൻ. അതല്ലേ. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ലിതയെ വീഡിയോ എടുക്കാം. ഇതാണ് ലിത പാലക്കൽ. ഞാൻ ഇതിനു മുമ്പേ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം നമ്മുടെ പയ്യന്നൂർ പാലിയേറ്റീവിലെ ആൾക്കാരാണ്. എന്നെ ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്, എനിക്ക് മെഡിസിൻ തരാറുണ്ട്. എനിക്ക് മാത്രമല്ല അല്ലെ, ഒരുപാട് ആൾക്കാർക്ക് ഇല്ലേ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമല്ലേ പയ്യന്നൂർ പാലിയേറ്റീവ് എന്നാ പറയാനുണ്ടോ എന്നെ പോലുള്ള ആൾക്കാരോട്. ഞാനിപ്പം നമ്മളെ ഡോക്ടർ രവീന്ദ്ര ഡോക്ടറെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരിക്കൽ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഒരു പ്രത്യേക ജനസാണ്, പ്രത്യേക ജനസാണ്, ഒരു പ്രത്യേക ഒരു ദൈവത്തിന്റെ എന്തോ ഒരു ഇതുണ്ട് ലേഖക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ ഊർജ്ജസ്വലയിൽ നിൽക്കണമെങ്കിൽ എന്തോ ഒരു കഴിവ് ദൈവത്തിന്റെ ഇതിലേക്ക്. ഇതെല്ലാം പയ്യന്നൂർ പാലിയേറ്റീവിലെ ആൾക്കാരാണ്. ലിതയുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിതേനെ ഞാൻ കാണിച്ചു തരാന്നല്ലോ യൂട്യൂബിലെ ആൾക്കാരോട് അല്ലേ പോട്ടാ. അപ്പൊ ഒരു ബൈ പറഞ്ഞേ പോയിട്ടണോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അമ്പേട്ടൻ്റെ പ്രൊഫൈലും എൻ്റെ പ്രൊഫൈലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ, താങ്ക് യു.